നമ്മൾ ചാവുക എന്ന് കേട്ടാലും പോലൊരു കേസ് എടുക്കാൻ തയ്യാറാവില്ല. അത്രമേൽ സൂപ്പർ പോലീസ് സ്റ്റേഷനാണ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ RSSന്റെ കാര്യാലയത്തിൽ കയറി എന്ന് പറഞ്ഞ്, അതും തട്ടമിട്ട് കയറി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത്രമേൽ സോഷ്യൽ മീഡിയ ആക്രമണം വന്നത്. RSSന്റെ കാര്യാലയത്തിലേക്ക് വിളിച്ച ആള് പോലും ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ച് ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് എൻ്റെ കസിൻ 100 വിളി വിളിച്ചു നോക്കി, ഇതിലൊന്ന് ഇടപെടുമോ, അവളുടെ ജീവനാണ് തിരിച്ചു വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഫോൺ പോലും എടുത്തില്ല. 2 പ്രാവശ്യം മുമ്പ് ഞാൻ പോയി പരാതി കൊടുത്തു. ഒരാഗ്രഹമുണ്ട് വൃന്ദാവനത്ത് പോകണം എന്നുള്ള. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു ഫോട്ടോക്ക് പ്രൈസ് കൂട്ട്. ഒരു വർഷത്തോളം ഞാൻ ഗിഫ്റ്റ് ആയിട്ടാണ് ഫോട്ടോ കൊടുത്തിരുന്നത്. കാരണം എനിക്കിതിൽ പൈസ മേടിക്കാൻ തോന്നിയിട്ടില്ല. പേരെന്താ എനിക്ക് വെക്കാൻ ആഗ്രഹം മയിൽപീലി എന്നുണ്ട്. മയിൽപീലിക്ക് എന്ത് ജാതി മതവും? എന്റെ വീട്ടില് ഹാളിൽ കയറിയ ഒന്നായിട്ട് കണ്ണനാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ മാതാപിതാക്കളെ നോക്കിയാൽ മതി, എന്റെ ഭർത്താവിനെ നോക്കിയാൽ മതി. ഓൽക്കില്ലാത്ത കുഴപ്പം നാട്ടുകാർക്ക് ഉണ്ടായിട്ട് എന്താവും? ആരെങ്കിലും എന്റെ ഫോട്ടോ വയ്ക്കുമ്പോഴേക്കും ഞാൻ പറയതേ ഞാൻ വരച്ചതാ. 2023 തോന്നി ഗുരുവായൂർ 101 ഫോട്ടോ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതില് ഏറ്റവും മുമ്പിൽ നിന്നത് എൻ്റെ ഫാദറാണ്. അവിടെ പോരാനും ഇത്രയും ഫോട്ടോ സമർപ്പിക്കാനും ഒക്കെ എല്ലാത്തിനും മുൻകൈ എടുത്തായിരുന്നു പാപ്പയാണ്. ഇനിയുള്ള ആഗ്രഹം പറഞ്ഞുതരാം, 2 പേരെയും ഇന്ന് ഹജ്ജിന് പറഞ്ഞേക്കണം എന്നുണ്ട് ഇവിടുന്ന്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഇപ്പൊ പറഞ്ഞല്ലോ സ്വന്തം ക്യാഷ് വെച്ചാണ് ഒരു വീട് വെച്ചത്. അപ്പൊ ഹസ്ബൻഡ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഇല്ല, ഞങ്ങൾ അവിടെ വീട് വെച്ചെന്ന് വെച്ചാൽ ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഉള്ളത്. പറയുന്നതിന് എന്താ, എൻ്റെ അവിടെ എന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് പണിയുള്ളൊരു വീടാണ്. ഞങ്ങൾ ശരിക്കും പറയാച്ചാൽ നല്ല അടിച്ചുറപ്പിലൊന്നല്ല ഞാൻ താമസിക്കുന്നത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതെന്ന് വെച്ചാൽ വാപ്പിക്ക് ആൺകുട്ടികളില്ല, അപ്പൊ നീയേ നോക്കാനുള്ളൂ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവിടുത്തും കൂടി എനിക്ക് നോക്കാൻ പറ്റൂല. ഇത് ചേച്ചിയുടെ ഉമ്മയുപ്പയാണോ ചേട്ടന്റെ ഉമ്മ? എൻ്റെ ഉമ്മയുപ്പയാ. ഞാൻ പറഞ്ഞല്ലോ, ഉമ്മാക്കും ഉപ്പാക്കും 3 പെൺകുട്ടികളാണ്. ഇവരുടെ മകനായിട്ടാണ് ഇപ്പൊ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ നിൽക്കുന്നത്. ഒരു മകൻ ചെയ്യേണ്ട കടമയാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. എന്നോട് പറഞ്ഞു, അതാണ് നീ ചെയ്തു കൊടുക്കേണ്ടത്, അതിനെക്കാട്ടിലും അപ്പുറമൊന്നുമില്ല. നാളെ ഒരു പക്ഷേ നമുക്ക് പൈസ ഉണ്ടാവും, മാതാപിതാക്കൾ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെയാണ് ഉൾക്കൊള്ളേണ്ടത്. എനിക്കിപ്പം വേണമെങ്കിൽ ഇവരെ തിരിഞ്ഞു നോക്കാതിരിക്കാം. അവർക്കിവിടെ എൻ്റെ തറവാട് വീട് ജസ്റ്റ് നിങ്ങൾ ലേറ്റായിപ്പോയി, അല്ലെ നമുക്ക് അവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാമായിരുന്നു. കുറച്ച് പഴക്കമുണ്ട് എന്നല്ലാതെ എല്ലാ ഫെസിലിറ്റീസ് ഉള്ളൊരു വീട് തന്നെയാണത്. പക്ഷെ നല്ല പഴക്കമുണ്ട്. മഴ വരുമ്പോൾ ഒരു ഇത്തിരി ചോരും, അത് വലിയ വിഷയമല്ല. അല്ല, പറയുന്ന ആൾക്കാർക്ക് അതൊരു വിഷയമല്ല. കാരണം വീട് പോലും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്. ആ റോട്ടിലൊക്കെ കിടക്കുന്ന എത്ര അക്കണക്കിന് എൻ്റെ മാതാപിതാക്കൾ ഇതുവരെ സ്വർഗത്തിലാണ് നിന്നത്. അപ്പൊ അവർക്ക് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ ആ ഒരു സന്തോഷം ഞാൻ ആ ഫേസ് കാണുന്നുണ്ട്. കാരണം നമ്മൾ സ്വന്തമായിട്ട് ഒരു വീട് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയൊരു ചെറിയ കാര്യമല്ല. പക്ഷേ ആൾക്കാർ പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലേ, ഇതിനെ വെച്ച് കൃഷ്ണനെ വെച്ച് ഇതുണ്ടാക്കുന്നു, റീച്ച് ഉണ്ടാക്കുന്നു, ഒരു ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇപ്പൊ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ എന്തൊരു പ്രൊഡക്റ്റ് തുടങ്ങിയാലും നമ്മൾ എത്ര പരസ്യം കൊടുത്തിട്ടും കാര്യമില്ല, സ്വന്തമായിട്ട് പ്രൊമോഷൻ അല്ല പ്രൊമോഷൻ ചെയ്തിട്ടും കാര്യമില്ല. ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട് ഏത് ജോലിയും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ദൈവം വിചാരിച്ചിട്ടില്ലേ ഒന്നും നടക്കൂല. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട്. കാരണം ഇവരൊക്കെ പറയുന്നുണ്ട് പടച്ചോനത് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു പടച്ചോനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 9ാം ക്ലാസ്സുകാരിയായ എനിക്ക് ദൈവമായിട്ടൊരു ജോലി തന്ന്, ദൈവത്തിൻ്റെ രൂപത്തിൽ ഒരു ജോലിയായിട്ട് എനിക്ക് വന്നതാണ്, എനിക്ക് അന്നമായിട്ട് വന്നതാണ്. അതിലൂടെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഒരു 4 വീലർ എടുക്കണം എന്നുള്ളത്, ഞാൻ അത് സാധിപ്പിച്ചു. വീടെടുക്കണം എന്നുള്ളത് അത് സാധിപ്പിച്ചു. എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നു, ഞങ്ങൾ വീട്ടിലേക്ക് അരി മേടിക്കുന്നു. അത് ദൈവമായിട്ട് തന്നെ എനിക്കൊരു ജോലിയായിട്ട് വന്നതാണ്. അപ്പൊ ഇനി അപ്കമിങ് ഒരു ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്തോ ഇത് തന്നെയാണോ? വേറെ പിക്ചേഴ്സ് വരയ്ക്കാനൊക്കെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഞാൻ വേറെ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ഈ പറഞ്ഞത് പോണം കൃഷ്ണനെ തന്നെ ആയതുകൊണ്ട് പലരും പറഞ്ഞു മുസ്ലിം കുട്ടി ആയതുകൊണ്ട് ബിസിനസ് മൈൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, മോളെ നീ ഇതുമ്മൽ മാത്രം ഒതുങ്ങല്ലേ, വേറെയും ചിത്രം വരയ്ക്കുന്നെന്ന്. അപ്പൊ ഞാൻ കണ്ണം കുറച്ചുകൂടി മുതിർന്നത് ഗണപതി, അതേപോലെ ഇവിടെ ഞാനിപ്പം പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ തന്നെ എഗരൂല് ഓടക്കാളി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്ര കമ്മിറ്റിക്കാർ എന്നോട് ചോദിച്ചു ധനലക്ഷ്മീനെ വരയ്ക്കാവുമെന്ന്.
എനിക്ക് കിട്ടിയ ചലഞ്ചല്ലേ. ഞാൻ പറഞ്ഞു ഓ എന്താ വരച്ചാലും. ഇപ്പോഴും ആ ധനലക്ഷ്മി അവിടെ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം. പക്ഷെ അത് ധനലക്ഷ്മിയാണെന്ന് നമ്മളെങ്കിലും പറഞ്ഞു കൊടുക്കണം, കണ്ടാൽ മനസ്സിലാവില്ല. അത്രമേൽ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ലക്ഷ്മി പോലെ ആയിപ്പോയിട്ടുണ്ട് ഞാൻ വരച്ച ഫോട്ടോ. അത്രമേൽ നന്നായിട്ടില്ല. ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അത് സക്സസ് ആവുന്നില്ല. പക്ഷെ ഈ കണ്ണം ചെയ്യുന്ന സമയത്താണ് എനിക്ക് അത്രമേൽ മനസ്സിന് കിട്ടിയത്. അപ്പൊ അത് മേടിക്കുന്ന ആൾക്കും സന്തോഷം കിട്ടുന്ന, അവർക്ക് അതിനാൽ ഐശ്വര്യം വരുന്നതെന്ന് അവര് തന്നെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോ ഈ ഗുരുവായൂർ പോവാണ്ട് പ്ലാന് ആർത്തേനും പറഞ്ഞിട്ടുണ്ടായിരുന്നു? വീട്ടിലെങ്ങനെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഗുരുവായൂർ പോട്ടെ, അല്ലെങ്കിൽ പോട്ടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്? ഞാൻ 2023 തോന്നുന്നു, 23 22 എന്ന് എനിക്കറിയില്ല, ഗുരുവായൂർ 101 ഫോട്ടോ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതില് ഏറ്റവും മുമ്പിൽ നിന്നത് എൻ്റെ ഫാദറാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഫാദറാണ് അവിടെ പോരാനും ഇത്രയും ഫോട്ടോ സമർപ്പിക്കാനും ഒക്കെ എല്ലാത്തിനും മുൻകൈ എടുത്ത എൻ്റെ പാപ്പയാണ്. അവർക്കങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, 2 പേരും മുസ്ലിം മതസ്ഥരാണെങ്കിൽ പോലും അവർ മറ്റൊരു മതത്തെ കുറ്റം പറയാൻ നിൽക്കൂല. 2 പേരും അങ്ങനെയാണ്, കുറ്റം പറയൂല. അവർ പറയുന്നൊരു കാര്യം നമ്മൾ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം. അത് ഏതൊരു മതത്തെ ആണെങ്കിലും അവർ അങ്ങനെ കാണും. 2 ആൾക്കും അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാ. ഓക്കെ. അപ്പൊ ഇനി അപ്കമിങ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? 2 പേരെയും ഒന്ന് ഹജ്ജിന് പറഞ്ഞേക്കണം എന്നുണ്ട്. ഇവിടുന്ന് ഹജ്ജിനും കൂടി ഇവരെ പറഞ്ഞയക്കണമെന്ന് എനിക്ക് ഭയങ്കര. അപ്പോൾ ചോദിക്കും, കൃഷ്ണനെ വരച്ച ആ ഒരു പൈസ കൊണ്ട് ഹജ്ജാന്ന്? എൻ്റെ ജോലിയാണത്. എൻ്റെ ഇവരൊക്കെ കൃഷ്ണനെയായിട്ട് കണക്കാക്കുമ്പോൾ ഞാൻ കണക്കാക്കുന്നത് എൻ്റെ കഴിവാണത്. എൻ്റെ കഴിവിനെയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. അപ്പം അവരെ ഹജ്ജിനോടും പറഞ്ഞ്, 2 പേരും ഉംറ ചെയ്ത ആൾക്കാരാണ്. അപ്പം അവർക്ക് അതും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇവിടുന്ന് അവരെ ഹജ്ജിന് പറഞ്ഞേക്കണം ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ. അപ്പൊ ഹസ്ബൻഡ് വിളിക്കുമ്പോഴത്തേക്ക് ഓരോ ദിവസത്തെ കമന്റ്സ് ഒക്കെ ഹസ്ബൻഡ് പറയാറുണ്ട്, ഇങ്ങനത്തെ ഒരു കമന്റ് വന്നു, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇനി കുറച്ച് നാളത്തേക്ക് ഇത് ചെയ്യണ്ട, അങ്ങനെ എപ്പോഴെങ്കിലും ഒരു പറഞ്ഞിട്ടുണ്ടോ? ഒരൊറ്റ കാര്യം എന്നോട് പറഞ്ഞില്ല, കമന്റ് ബോക്സ് തൊട്ടുപോരുത്. നീ തുറക്കണ്ട കമന്റ് ബോക്സ്. ഇക്കാക്ക് എല്ലാത്തിൻ്റെയും കമന്റ് നോക്കൂട്ടോ. അപ്പൊ ആദ്യമൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായ സമയത്ത് വീട്ടിൽ ദിവസം 3-4 ഇന്റർവ്യൂക്കാർ വരും. അപ്പൊ ഇതിനൊക്കെ താഴെ ഇങ്ങനെ കമന്റ് വന്നോലെ, ഇവള് പൈസ കൊടുത്ത് ഇന്റർവ്യൂ ചെയ്യിക്കാന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, ജെസ്സിയെ മതിയടി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇക്കാക്ക് ഇന്റർവ്യൂ ഇതിനൊക്കെ കമന്റ് നോക്കിയിട്ട് ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ വരുന്നവരോട് പറഞ്ഞു, നിങ്ങൾ വരണ്ട, അതിനെ പറ്റി ഇങ്ങനെ പറയും. ഇവരുടെയൊക്കെ വിചാരം നമ്മൾ പൈസ കൊടുത്തിട്ട് ഇന്റർവ്യൂ കൊടുത്ത് എന്തോ ഹൈപ്പിന് വേണ്ടിയിട്ടാണ് എന്നാ. അതൊന്നുമല്ല, നമ്മളിലേക്ക് വരേണ്ട ഭാഗ്യങ്ങളൊക്കെ നമ്മൾ ആരെന്ത് പറഞ്ഞാലും തട്ടിത്തെറിപ്പിച്ച് വരും എന്നുള്ള ഭയങ്കര വിശ്വാസട്ടോ, ഭക്തയാണ്. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ചേച്ചിയെ തട്ടം ഉപേക്ഷിക്കുവാണ്, ഇനി ഇടത്തില്ല എന്ന് പറഞ്ഞു. ഇനി ഒരു മോളുണ്ട്, മോള് വലുതാകുമ്പം തട്ടം ഇടുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ മോൾക്ക്? ഇല്ല, അതെൻ്റെ ഹസ്ബൻഡ് പറയുന്നൊരു സംഭവം എന്താ വെച്ചാൽ, 18 വയസ്സാവോളും അവർ ജനിച്ചപ്പോൾ അവർക്കൊരു മതമുണ്ട്. അവർ ജനിച്ച നമ്മൾ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന സമയത്ത് അതിൽ അവർക്കൊരു മതം കൊടുത്തിട്ടുണ്ട്. ആ മതത്തിൽ അവർ വളരട്ടെ. 18 വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം. അതേപോലെ 18 വയസ്സ് വരെ അവര് സലീമിന്റെ മകൾ അല്ലെ ജസ്നയുടെ മകൾ എന്ന് പറഞ്ഞു ഒരു എന്നെ കൂട്ടൻ ഒരു മുസ്ലിം മതസ്ഥ അല്ലെ മതസ്ഥൻ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം എന്തോ അതിൽ പോട്ടെ. അല്ല, അപ്പോ മോളിപ്പോ പറയാണ് എനിക്ക് തട്ടം ഇടാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ ഓളിട്ടോട്ടെ. ഓളിപ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോൾ തട്ടിടും. ഞാൻ അവളെ എതിർക്കാറില്ലല്ലോ. കാരണം എൻ്റെ മോൾക്ക് 11 വയസ്സായിരിക്കും, അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവളോട് ഞാൻ തട്ടയക്കാൻ, അവർക്ക് എന്താണ് ഇഷ്ടം, അവർ നിസ്കരിക്കാറുണ്ടല്ലോ. എൻ്റെ 2 കുഞ്ഞുങ്ങളും നിസ്കരിക്കാറുണ്ട്, അത് അവരുടെ ഇഷ്ടം. ഇപ്പൊ മക്കളെയൊക്കെ ഉപേക്ഷിച്ച് മരിക്കാൻ തോന്നിയെന്ന് പറഞ്ഞില്ല, അതിനെ പറ്റി എന്താ, അത് ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു, അതിൽ നിന്ന് ഓവർകം ചെയ്തത് എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ എന്നെ അത്രമേൽ ഉപദ്രവിച്ചിട്ടാണ്. എനിക്ക് കുറച്ച് സ്ത്രീകൾ ഇറങ്ങിയിട്ട് അത്രമേൽ അറ്റാക്ക് ചെയ്യുക. അപ്പം ഉള്ളത് പറയുന്നതിന് എന്താ, പോലീസുകാരെ എടുത്ത് വെച്ച് പറയേണ്ട ഒരു സംഭവം. നമ്മൾ ചാവുക എന്ന് കേട്ടാലും ഓലൊരു കേസ് എടുക്കാൻ തയ്യാറാവില്ല. അത്രമേൽ സൂപ്പർ പോലീസ് സ്റ്റേഷനാണ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ചാവുന്നതിൻ്റെ അല്ലെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നതിൻ്റെ 2 പ്രാവശ്യം മുമ്പ് ഞാൻ പോയി പരാതി കൊടുത്തു. അവരത് കാര്യമായിട്ട് എടുത്തില്ല. എന്നിട്ട് അവർ ബേബി മെമ്മോറിയലിൽ വന്നിട്ട് വിഷ്വൽ സഹിതം എടുക്കുന്ന സമയത്ത്
ഒരു ദയനീയ അവസ്ഥയിൽ അയാൾ നോക്കുന്നത്. ആ നോട്ട് അവർക്ക് മുമ്പേ നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു അവസ്ഥ വരൂലായിരുന്നു. എനിക്ക് അത്രമേൽ സഹിക്കാൻ പറ്റാതെ, കാരണം എന്നോടുള്ള ഇത് എൻ്റെ മാതാപിതാക്കളോട് ഇപ്പം എന്നോടുള്ള ദേഷ്യം, ഇപ്പം തൊട്ടയൽവക്കാണെങ്കിൽ പോലും എൻ്റെ ഉമ്മനെ ഉപദ്രവിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അപ്പോൾ ഉമ്മാക്ക് ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നൊന്നും പറ്റുന്നൊരു സംഭവമല്ല, അല്ലെ ഈ പുക ഇതൊന്നും പറ്റൂല. പക്ഷെ എന്നോടുള്ള വാശിക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് ഈ പ്ലാസ്റ്റിക് കത്തിക്കുക, പുകയിടുക, അങ്ങനത്തെ പരിപാടിയൊക്കെ അത്രമേൽ എൻ്റെ മാതാപിതാക്കളെയും മക്കളെയും ഉപദ്രവിച്ചപ്പോൾ ഭയങ്കര ഇതായി. പക്ഷെ അതിന് ഓവർകം ചെയ്തില്ലേ? അതൊരു സപ്പോർട്ട് ആരാണ് തന്നത്? അത് ഒന്നാമത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് തന്നത്. പിന്നെ ഈ പറഞ്ഞതോണം മക്കള് മോനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും. കാരണം ആർക്കും പോവില്ല, എൻ്റെ മക്കൾക്ക് മാത്രമേ പോവുള്ളൂ എന്ന് അവരും ഭർത്താവും ഇങ്ങനെ നിരന്തരം. അതേപോലെ എൻ്റെ ഉമ്മ എപ്പോഴും പറഞ്ഞുതരും, നീ പോയാൽ അത്. എൻ്റെ മോളൊരു ദിവസം ഇവിടെ അവള് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇറങ്ങിയപ്പോഴേക്ക് ഇവള് കരഞ്ഞു കേട്ടോ. അപ്പം അമ്മ എന്നോട് ചോദിച്ചു, ഇത്രമേൽ നിന്നെ പിരിഞ്ഞിരിക്കാത്ത മകളെയാണ് നീ ഇട്ടേച്ചെറിഞ്ഞ് പോകാൻ ശ്രമിച്ചേന്നുള്ളത് നിനക്ക് ബോധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എന്ത് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. കാരണം അത്രമേൽ എന്നെ സമൂഹം പഠിപ്പിച്ചു. ഒത്തിരി നേരിട്ടിനി ഇതിലേക്കും വലുതിനി എന്ത് വരാനാ. ഓക്കെ, ഈ കൃഷ്ണന്റെ പിക്ചർ വാങ്ങിച്ച ആദ്യത്തെ കസ്റ്റമറിന് ഓർമ്മയുണ്ട്? ആരാണ് ആ കസ്റ്റമർ? ഞാൻ ആദ്യമായിട്ട് കൊടുത്തത് ശങ്കരൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഗിഫ്റ്റ് ചെയ്തതാണ്. അവിടുന്നാണ് ആ ഒരു തുടക്കം. അവിടുന്നാണ് തുടക്കം. പിന്നെ എന്നെ ഒരുപാട് ആൾക്കാർ മേടിച്ച് ഒരു വർഷത്തോളം ഞാൻ ഗിഫ്റ്റായിട്ടാണ് ഫോട്ടോ കൊടുത്തിരുന്നത്. കാരണം എനിക്കിതിൽ പൈസ മേടിക്കാൻ തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഇതിൻ്റെ എക്സ്പെൻസ് ഹസ്ബൻഡിന് ചിലവഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പൈസ. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ 2000 രൂപ എനിക്കൊരു ഫോട്ടോക്ക് ചിലവുണ്ടെങ്കിൽ അന്ന് ഞാൻ ഗ്ലാസ് പെയിൻറ്റ് ആയിരുന്നു വരയ്ക്കാറ്. 2500 രൂപയായി ഞാൻ മേടിക്കുക. 500 രൂപയായിരുന്നു 4 ദിവസം കൊണ്ട് ഞാനൊരു ഫോട്ടോ വരച്ച് തീർത്താൽ ഞാൻ മേടിക്കുന്നത്. അങ്ങനെ വർഷങ്ങളോളം ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 2021-ലോ 2022-ലെങ്ങാണ്ടാണ് ഞാൻ ഈ 5000 രൂപ ആക്കിയത്. അത് ഇതുവരെ ഞാൻ മാറ്റിയില്ല കേട്ടോ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു, ഫോട്ടോക്ക് പ്രൈസ് കൂട്ട്. കാരണം അത്രമേൽ ആൾക്കാരുടെ കയ്യിലെത്തി. ഞാനത് ചെയ്തില്ല. കാരണം നമുക്കൊരു മനസാക്ഷിക്കൊരു ഇതുണ്ട്. കൂടെ എന്നിട്ട് ആരും തള്ളി പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്ന സമയത്ത്, അതായത് പണ്ടുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒരു നെഗറ്റീവ് വന്ന സമയത്ത് തള്ളി പറഞ്ഞവരുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് എന്താണെന്നറിയോ, എനിക്കൊരു വിഷയം വരുമ്പോഴേക്കും എൻ്റെ ചുറ്റിലും നിറയെ ആൾക്കാരാണ്. പക്ഷെ ഒരാളും ഉണ്ടാവില്ലായിരുന്നു. എന്നെ ആ പ്രശ്നത്തിലേക്ക് തള്ളിവിട്ട ആള് പോലും ഇല്ലായിരുന്നു. കാരണം എനിക്ക് ഇത്രയും ഇഷ്യൂസ് വരാൻ കാരണം ഞാൻ RSSൻ്റെ കാര്യാലയത്തിൽ കയറി എന്ന് പറഞ്ഞ്, അതും തട്ടമിട്ട് കയറി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത്രമേൽ സോഷ്യൽ മീഡിയ ആക്രമണം വന്നത്. RSSൻ്റെ കാര്യാലയത്തിലേക്ക് വിളിച്ച ആൾ പോലും, ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ച് ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് എൻ്റെ കസിൻ 100 വിളി വിളിച്ചു നോക്കി. കാരണം ഇതിലൊന്ന് ഇടപെടുമോ, അവളുടെ ജീവനാണ് തിരിച്ചു വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഫോൺ പോലും എടുത്തില്ല. എന്നെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ഡോക്ടറുണ്ട് ഞങ്ങളുടെ കൊയിലാണ്ടി ടോളിൻ്റെ അടുത്ത്, സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിലത്തെ മുസ്തഫ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ എന്തും ചെയ്തോ, പക്ഷെ രുത്. കാരണം ഡോക്ടർമാർക്കാണല്ലോ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാം. നീ വിചാരിക്കുമ്പോൾ ഒറ്റയടിക്ക് മരിക്കൂല. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തെയും ഇത് ബാധിച്ച് നമ്മൾ കിടന്ന് നരകിച്ചിട്ടേ പോകുള്ളൂ. നീ വേണം സത്യം പറയാം. ഡോക്ടറിനോട് പറഞ്ഞ് ഞാൻ എൻ്റെ കസിൻ വന്നിട്ട് കുറേ ചിരിച്ചു, കല്ല ഡോക്ടറെ വേണേ നിങ്ങളെന്തോ വർത്താനാന്ന് ചോദിച്ചു. അത്രമേൽ സൗഹൃദം കൊണ്ട് പറഞ്ഞു തന്നാട്ടോ. കാരണം അത്രമേൽ റിസ്ക് ആണ്. ആരെങ്കിലും അങ്ങനെ ഒരു പരിപാടിക്ക് മുതിരുകയാണെങ്കിൽ വേണ്ട മക്കളെ. നമ്മുടെ ചുറ്റിലും ഉള്ളോലെ നമ്മൾ കഷ്ടപ്പെടുത്തിയിട്ടാ പോവുക, അതിൽ കാര്യമില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, കൃഷ്ണന്റെ മാത്രം വരച്ച യേശുവിന്റെ, ഇപ്പം ഹിന്ദുവിന്റെ അല്ലാതെ ഇപ്പൊ എല്ലാ ദൈവങ്ങളും ഒരുപോലെയാന്ന് പറഞ്ഞോണ്ടാ, അപ്പോ അങ്ങനെ ഒരു യേശു ക്രിസ്തുവിന്റെ എന്തെങ്കിലും ഒരു പിക്ചേഴ്സ് വരച്ചാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെ ഹിന്ദു മതസ്ഥരുടെ ദൈവങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എന്താണോ ഫേസ് കൊടുക്കുന്നത് അത് അവർ അംഗീകരിക്കാൻ തയ്യാറാണ്. അതെ. പക്ഷെ യേശുവിന് നമ്മൾ വേറൊരു ഫേസ് കൊടുത്താൽ അത് അവർ അംഗീകരിക്കൂല. ട്രൈ ചെയ്ത് നോക്കായിരുന്നു അല്ലേ? നമുക്കൊരു കോൺഫിഡന്റ് വേണ്ടേ? കോൺഫിഡന്റ് ഇല്ലാതെ നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, കണ്ണനിപ്പം എൻ്റെ ഫേസ് ആക്കി, അല്ലെ എൻ്റെ ഫേസ് ആയിപ്പോയി എന്ന് വെക്കുക, അത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറാണ്.
പക്ഷെ യേശുവിന് ഞാൻ എൻ്റെ ഫേസ് ഇട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അടി കിട്ടുന്ന വായി കാണുമോ? എനിക്ക് ഒരാഗ്രഹമുണ്ട് വൃന്ദാവനത്ത് പോകണം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പറഞ്ഞു കേട്ട് വൃന്ദാവനം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മണൽത്തരിയാണെങ്കിൽ പോലും അത്രമേൽ പ്രിയപ്പെട്ടതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം വൃന്ദാവനത്ത് പോകുന്ന കാലത്ത് ഞാനൊരു കൃഷ്ണനെയും രാധനെയും വരച്ച് കൊടുക്കണം ആഗ്രഹമുണ്ട്. എനിക്ക് ആ വൃന്ദാവനം കാണണം എന്നൊരു എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു കൗതുകം. കാരണം വൃന്ദാവനത്തിൽ ഒരു മണലുണ്ട് പോലും, അത് ഇത്രമേൽ നമ്മൾ എന്താ പറയുക ശരീരത്ത് പറ്റൂല. ഈ സദാ നമ്മൾ നനഞ്ഞാലൊക്കെ മണലൊക്കെ പറ്റും. അത് സത്യമാണോന്നൊന്നും എനിക്കറിയില്ല. ഇനി എന്നെ എയറിൽ കയറ്റാൻ നിൽക്കണ്ട. എൻ്റെ ഉസ്താദ് പഠിപ്പിച്ച കഥയാണോ അല്ല, ഇവര് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത് ഞാനിങ്ങനെ എനിക്ക് ഒരുപാട് കൃഷ്ണന്റെ കഥകള് എന്നോട് ഫോട്ടോ മേടിച്ച ആൾക്കാർ പറഞ്ഞു തരും. അപ്പൊ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഇതിൽ കൗതുകത്തിൽ അങ്ങ് പറഞ്ഞു പോകും. അപ്പോൾക്ക് അടുത്ത ആൾക്കാർ വീഡിയോ ചെയ്യും, ഓക്കും മദ്രസേന്ന് ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തതാന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഫോണിന്റെ ബാക്കിൽ ഇപ്പോൾ കൃഷ്ണന്റെ ഒരു പിക്ചർ ആണല്ലോ, പക്ഷെ വീട്ടിൽ വെച്ചിട്ടില്ല, താല്പര്യമില്ല. പക്ഷെ ഫോണിന്റെ ബാക്കിൽ ഒരു കൃഷ്ണന്റെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ. ഫോണിന്റെ ബാക്കിൽ ഞാൻ താമസിക്കുന്ന കൊയിലാണ്ടി ഏകദേശം 5 മോഡൽ കണ്ണനുണ്ട്. പക്ഷെ വീട്ടിൽ വെച്ചില്ലെങ്കിലും ഒപ്പം ഉണ്ട്. അല്ല, വീട്ടിൽ തൂക്കിയിട്ടുണ്ട് ഞാൻ. എൻ്റെ വീട്ടില് ഹാളില് കയറിയ ഒന്നായിട്ട് കണ്ണനാ. കാരണം എന്താ വെച്ചാല് ഈ വീട്ടില് വെച്ചിട്ടില്ല. ഈ വീട്ടിലില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. അവരോട് ഇന്ന രീതിയിൽ നിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയൂല. അവരവരായിട്ട് ജീവിക്കട്ടെ. അപ്പൊ ഈ ഒരു പിക്ചർ ബാക്കിൽ വെക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ഫോണില് നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ എന്താക്കാനാ 1.5 ലക്ഷം രൂപ കൊടുത്ത് ഫോൺ വാങ്ങി ഞാൻ മറ്റുള്ളവരുടെ ഭർത്താവിനെ നോക്കി. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ മാതാപിതാക്കളെ നോക്കിയാൽ മതി, എൻ്റെ ഭർത്താവിനെ നോക്കിയാൽ മതി. ഓൽക്കില്ലാത്ത കുഴപ്പം നാട്ടുകാർക്ക് ഉണ്ടായിട്ട് ഇപ്പം എന്താ കുഴപ്പം? എനിക്കിപ്പോൾ ആരെങ്കിലും എൻ്റെ ഫോട്ടോ വയ്ക്കുമ്പോഴേക്കും ഞാൻ പറയും, ഞാൻ വരച്ചതാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ നെഗറ്റീവ് വന്നപ്പോൾ തൊട്ടിട്ടാട്ടോ എന്നെ കൂടുതലായിട്ട് ആൾക്കാർ അറിയുന്നത്. നെഗറ്റീവിലൂടെ ഞാൻ റീച്ച് ആയതാ, ഫേമസ് ആയത്. വീട്ടിലെ പേരെന്താ വെച്ചിരിക്കുന്നത് ഈ വീടിന്? ഈ വീടിന് പേര് വെച്ചിട്ടില്ല, പക്ഷെ എനിക്ക് വെക്കാൻ ആഗ്രഹം മയിൽപീലി എന്നുണ്ട്. അടുത്തത് അല്ല, മയിൽപീലിക്ക് എന്ത് ജാതി മതവും. മയിൽപീലി എന്ന് പറയുന്നത് ഒരു പക്ഷിയുടെ തൂവല് എന്നുള്ള രീതിയിൽ എല്ലാവരും കാണാറുണ്ട്. എനിക്കിതിനെ മയിൽപീലി എന്ന് വിളിക്കണം. കാരണം അത്രമേൽ ഭംഗിയുള്ളതായിട്ട്, ഇത് കണ്ണനെ വെച്ചിട്ട് നോക്കാതെ നിങ്ങൾ മയിൽപീലി ഒന്ന് നോക്ക്, അത്രമേൽ ഭംഗിയുള്ള ഒരു സംഭവം നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റില്ല. പക്ഷെ ഈ നാട്ടിൽ അങ്ങനെ വീടിന് പേരൊന്നും ഇല്ല കേട്ടോ. എൻ്റെയൊക്കെ നാട്ടിൽ കൊയിലാണ്ടിക്കൊക്കെ എല്ലാ വീടിനും ഓരോ പേരുണ്ട്. ഇവിടെ അങ്ങനെ വീടിന് പേരൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളിത് ഹൗസ് വാമിങ്ങിനായിട്ട് ചിന്തിച്ചോ ഇല്ല, ഞാനിട്ട് വാപ്പനോട് പറഞ്ഞിട്ടും ഇല്ല കേട്ടോ. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് വീടിന് പേരിടണേ മയിൽപീലി തന്നെ. വേറെ ആരുടെയും പേരൊന്നും വെക്കുന്നില്ല, മയിൽപീലിയാണ്. വീട്ടിലൊക്കെ ഓക്കെ ആണോ അത് പറഞ്ഞപ്പോ? ഞാൻ പറഞ്ഞല്ലോ, വാപ്പ ഇമ്മ അങ്ങനെ എതിർക്കുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പൊ ഇനി ഒത്തിരി ഇതുപോലെ ബിസിനസ് ഒക്കെ വന്ന് ഇപ്പൊ വീട് വെച്ചു, കാർ എടുത്ത്, ഇനി ഒത്തിരി ഡ്രീംസ് ഒക്കെ കാണും. കാറ് ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് എടുത്താ കേട്ടോ. അതായിരുന്നു എന്റെ ആദ്യത്തെ സ്വപ്നം. രണ്ടാമത്തെ സ്വപ്നം, ഇനി 3ാമത്തെ ഒരു സ്വപ്നം ഉണ്ട്. അതും എന്തായാലും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. അതും അവര് ഓർഡർ തരിക വെച്ചാൽ. പിന്നെ വൃന്ദാവനം പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനും എന്തായാലും നെഗറ്റീവ് വരുന്നതൊന്നും മൈൻഡ് വെക്കേണ്ട, അങ്ങ് വൃന്ദാവനത്ത് പോവാ. അങ്ങനെ പറ്റുമെങ്കിൽ എനിക്കൊരു സ്പോൺസർ ആയിട്ട് വരിക. മുൻഗണന മുസ്ലിംസിന് മാത്രം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.